ഇന്നത്തെ അറിയിപ്പുകൾ. രാജ്യത്ത് ഇന്ധന വിലയിൽ വർധന. പെട്രോൾ ഡീസൽ വില 3 രൂപയാണ് വർദ്ധിപ്പിച്ചത്. ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വില വർദ്ധിച്ചതാണ് വില കൂടാൻ കാരണം. പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ പ്രതിസന്ധികൾ തുടരുന്നതിനിടെ ഇരുട്ടടിയായി രാജ്യത്ത് ഇന്ധനവില വർധന. പശ്ചിമേഷ്യയിലെ സംഘർഷത്തെ തുടർന്ന് ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വില വർദ്ധിച്ച സാഹചര്യത്തിലാണ് നടപടി. 2.86 രൂപ മുതൽ 3.29 രൂപ വരെയാണ് കൂട്ടിയത്. തിരുവനന്തപുരത്ത് പെട്രോൾ വില 110 രൂപ 75 പൈസയും ഡീസൽ വില 99 രൂപ 63 പൈസയുമാണ്. ചെന്നൈയിൽ പെട്രോളിന് ലിറ്ററിന് 103 രൂപ 67 പൈസയും ഡീസലിന് 95 രൂപ 25 പൈസയുമാണ് പുതുക്കിയ വില. ഡൽഹിയിൽ പെട്രോളിന് 97.7 രൂപയും ഡീസലിന് 95.25 രൂപയുമാണ് വില. CNG വില കിലോ 2 രൂപയും കൂട്ടി. 5 സംസ്ഥാനങ്ങളിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അവസാനിച്ചതിനു പിന്നാലെയാണ് ഇപ്പോൾ വില വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ആഗോള വിപണിയിലെ അസംസ്കൃത എണ്ണയുടെ വിലക്കയറ്റവും വർദ്ധിച്ചുവരുന്ന ഇറക്കുമതി ചെലവുമാണ് ഇന്ത്യയെ ഈ തീരുമാനത്തിലേക്ക് നയിച്ചത്. ഡൽഹി ഉൾപ്പെടെയുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും ഗുജറാത്ത്, ഒഡീഷ തുടങ്ങിയ സംസ്ഥാനങ്ങളിലും വാഹനങ്ങളിൽ ഇന്ധനം നിറയ്ക്കാൻ ജനങ്ങളുടെ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സംസ്ഥാനത്ത് വരാനിരിക്കുന്നത് അതിശക്തമായ മഴയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 2 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. മധ്യ വടക്കൻ കേരളത്തിലാണ് മഴ കൂടുതൽ കടുക്കാൻ സാധ്യത. 2 ജില്ലകളിൽ തീവ്രമഴ മുന്നറിയിപ്പായി ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ഇടുക്കി, മലപ്പുറം ജില്ലകളിലാണ് ഓറഞ്ച് മുന്നറിയിപ്പ്. ഇവയ്ക്കു പുറമെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ഒഴികെയുള്ള മറ്റ് 8 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ ഇടിമിന്നലോടും കാറ്റോടും കൂടിയ മഴയ്ക്കാണ് സാധ്യത. നിലവിൽ അന്തരീക്ഷ സാഹചര്യം അനുകൂലമാണെങ്കിലും കേരളത്തിൽ മൺസൂൺ ഔദ്യോഗികമായി എത്തുന്ന തീയതി കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചിട്ടില്ല. എങ്കിലും മെയ് അവസാനത്തോടെ മൺസൂൺ എത്തുമെന്നാണ് പ്രവചനം. വരും ദിവസങ്ങളിലെ കാറ്റിന്റെ ഗതി നോക്കിയാകും ഇത് നിശ്ചയിക്കുക. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം. മലയോര മേഖലകളിൽ താമസിക്കുന്നവർ ഉരുൾപൊട്ടൽ, മണ്ണൊലിപ്പ്, പെട്ടെന്നുണ്ടാകുന്ന വെള്ളപ്പൊക്കം എന്നിവ മുൻകൂട്ടി കണ്ട് അത്യാവശ്യമായ മുൻകരുതൽ സ്വീകരിക്കണമെന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം നൽകി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 99.07% വിജയം. 30,000-ലധികം വിദ്യാർത്ഥികൾക്ക് മുഴുവൻ വിഷയത്തിലും A+ ലഭിച്ചു. SSLC പരീക്ഷയിൽ ഇത്തവണ 99.07% വിജയം. കഴിഞ്ഞ വർഷം 99.5% വിജയം. പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് ഫലം പ്രഖ്യാപിച്ചത്. 30,514 കുട്ടികൾക്ക് മുഴുവൻ വിഷയങ്ങളിലും A+ ലഭിച്ചു. കഴിഞ്ഞ തവണ ഇത് 61,444 ഫുൾ A+ നേടിയവരുടെ എണ്ണം പകുതിയായി കുറഞ്ഞതിന് പിന്നിൽ പുതിയ കരിക്കുലം കാരണമായേക്കാമെന്നും ഇക്കാര്യം വിശദമായി പരിശോധിക്കുമെന്നും പ്രിൻസിപ്പൽ സെക്രട്ടറി ഷർമിള മേരി ജോസഫ് പറഞ്ഞു. കേരളത്തിലും ഗൾഫിലുമായി 3,509 സ്കൂളുകളിലാണ് പരീക്ഷ നടന്നത്. പരീക്ഷ എഴുതിയ 4,14,290 വിദ്യാർത്ഥികളിൽ 4,10,456 കുട്ടികൾ ഉപരിപഠനത്തിന് യോഗ്യത നേടി. 20,771 പെൺകുട്ടികളും 9,743 ആൺകുട്ടികളും A+ നേടി. വിജയം കൂടുതലുള്ള റവന്യൂ ജില്ല പത്തനംതിട്ടയും ഏറ്റവും കൂടുതൽ വിജയം നേടിയ വിദ്യാഭ്യാസ ജില്ല കുട്ടനാടുമാണ്. ഏറ്റവും കൂടുതൽ A+ കൊല്ലം ജില്ലയിലാണ്. ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയത് മലപ്പുറം ജില്ലയിലാണ്. ഫുൾ A+ നേടിയവരുടെ എണ്ണത്തിലും മലപ്പുറം തന്നെയാണ് മുന്നിൽ. ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ ഫലം ലഭ്യമാണ്. സംസ്ഥാന IT മിഷന്റെ 9188619958 എന്ന വാട്സ്ആപ്പ് നമ്പറിലും നമ്മുടെ കേരളം മൊബൈൽ ആപ്പിലും ഫലം ലഭിക്കും. മാർച്ച് 5 മുതൽ മാർച്ച് 30 വരെയായിരുന്നു ഈ വർഷത്തെ പരീക്ഷകൾ നടന്നത്. ഏപ്രിൽ 14 മുതൽ മെയ് 2 വരെയായിരുന്നു മൂല്യനിർണ്ണയം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കേരളത്തിന്റെ 16ാം നിയമസഭയുടെ ആദ്യ സമ്മേളനം മെയ് മാസം 21 തീയതി ചേരും. പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ അന്ന് നടക്കും. കേരളത്തിന്റെ 16ാം നിയമസഭയുടെ ആദ്യ സമ്മേളനം ഈ മാസം 21 ചേരും. അന്ന് പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ നടക്കും. 22 തീയതിയായിരിക്കും സ്പീക്കർ തെരഞ്ഞെടുപ്പ്. മെയ് 29 ഗവർണറുടെ നയപ്രഖ്യാപനവും ഉണ്ടാകും.
ഇന്നലെ വൈകിട്ട് ഗവർണർ രാജേന്ദ്ര ആർലേക്കറെ കണ്ട് നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ സർക്കാർ രൂപവൽക്കരണത്തിനുള്ള അവകാശവാദം ഉന്നയിച്ചിരുന്നു. തിങ്കളാഴ്ച രാവിലെ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും സത്യപ്രതിജ്ഞ. മന്ത്രിസ്ഥാനം ആർക്കൊക്കെ ഏതൊക്കെ വകുപ്പുകൾ എന്നതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ തുടരുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൻ വിജയം നേടിയെങ്കിലും ഫലം വന്ന് 11ാം ദിവസമാണ് വി.ഡി. സതീശനെ കോൺഗ്രസ് നിയമസഭാ കക്ഷി നേതാവായി ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.